അല്ലേ? ലോകത്തുള്ള ഗ്രന്ഥങ്ങൾക്കൊന്നും അക്ഷരശക്തി ഇല്ല, ആശയശക്തി ഉണ്ടാവും, അർത്ഥശക്തി ഉണ്ടാവും. പക്ഷേ പരിശുദ്ധ ഖുർആൻ അർത്ഥശക്തിയും ആശയശക്തിയും മാത്രമല്ല അക്ഷരശക്തിയുണ്ട്. നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അസുഖം മാറുന്നില്ലേ? പാമ്പിന്റെ വിഷങ്ങളില്ലേ ഒക്കെ എന്തുകൊണ്ടാ? അക്ഷരശക്തി കൊണ്ടാ. അവ പരിശുദ്ധ ഖുർആൻ ആശയശക്തി മാത്രമല്ല. ചിലർ തെറ്റിദ്ധരിക്കും പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥയാണ്. അത് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ജീവിത വ്യവസ്ഥ പഠിപ്പിച്ചു തരികയാണ്. ജീവിത വ്യവസ്ഥ പഠിപ്പിച്ചു തരികയാണ്, അതിന്റെ ആശയശക്തിയാണ്. പക്ഷെ അതിനുപരിയായി പരിശുദ്ധ ഖുർആൻ അക്ഷരശക്തിയുണ്ട്. ഇതും അള്ളാഹുവിലേക്കുള്ള വസീലയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരുന്നു. അപ്പോ സമാനുക, മകാനുക, കിതാബുക. നാലാമതായി റസൂലുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വസീലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിന്റെ വസീലയാണ്. ആ വസീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാലക്കാർക്ക് മാത്രം ഉണ്ടായാൽ പോരാ. ഈ വസീല ഒരു കാലക്കാർക്ക് മാത്രം ഉണ്ടായാൽ പോരല്ലോ. വസീല അത് ലോകാവസാനം വരെയും എല്ലാവർക്കും ഉണ്ടാവണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചു തന്നു. എന്ത്? നുബുവത്തും വിലായത്തുമുണ്ട്. നുബുവത്തും വിലായത്തുമുണ്ട്. നുബുവത്തെയും നുബുവ ഒരു റിസാല. നുബുവത്തും റിസാലത്തും അവസാനിച്ചിരിക്കുന്നത് അതിനുണ്ടാവില്ല. നുബുവത്തും റിസാലത്തും ഉണ്ടാവില്ല, പക്ഷെ വിലായത്ത് നിലനിൽക്കും. അതാണ് വ്യത്യാസം. നുബുവത്ത് എനിക്ക് ശേഷം നബിയില്ല, റസൂലുമില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, പിന്നെ എന്താ ഉണ്ടാവുക? എന്റെ ഖലീഫമാരുണ്ടാവും. ഖലീഫമാരുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹും കസീറുൻ, അവർ ധാരാളം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാർ എന്ന് പറഞ്ഞാൽ ഖുലഫാഉർ റാഷിദീങ്ങളായിട്ടുള്ള 4 ആളുകൾ മാത്രമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ശേഷമുള്ള ഖലീഫമാരെ ഖുലഫാഉർ റാഷിദീകളാണ്. പക്ഷെ അതിനുശേഷം ഉള്ള ഖലീഫമാർ കാനത്ത് ബനു ഇസ്രായീല യസൂസുഹുൽ അംബിയാഉ കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു നബിയ്യുൻ വലാ നബിയ്യ ബഅദി ബൽ ഖുലഫാഉ. കാനത്ത് ബനു ഇസ്രായേൽ സമൂഹത്തെ യസൂസുഹുൽ അംബിയാ, അംബിയാക്കളാണ് അവരെ നയിച്ചിരുന്നത്. യസൂസുഹുൽ അംബിയാ, പ്രവാചകന്മാരാണ് അവരെ നയിച്ചിരുന്നത്. ഇസ്രായേൽ സമുദായത്തിൽ ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്, അല്ലെ? ഒരുപാട് നബിമാര്. മൂസാ നബി അലൈഹി ഇസ്ലാം മാത്രമല്ല, ഈസാ നബി അലൈഹി ഇസ്ലാം മാത്രമല്ല, അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് ഹിസ്ബീല്, ഷംബീൽ എന്നും പറഞ്ഞ് ഒരുപാട് പ്രവാചകൻ, അർമിയാകളൊക്കെ ചിലപ്പോൾ സുഹൃത്ത് അതിന്റെ പ്രാർത്ഥനയിൽ ചിലപ്പോൾ കുറെ നബിമാരുടെ പേരിൽ കാണും. ഇത് മാത്രമല്ല, ഒരുപാട് നബിമാർ ഇസ്രായേൽ സമൂഹത്തിലുണ്ടായി. ആ നബിമാരൊക്കെ അവരവരുടെ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ നേതൃത്വം കുറിച്ച് നയിച്ചിരുന്നു. പക്ഷേ അങ്ങനെ വരാ നബിയെ, എനിക്ക് ശേഷം പിന്നെ നബിയില്ല, റസൂലുമില്ല. പിന്നെ ആരാണ് ഉണ്ടാവുക? ഖുലഫാഉ, എന്റെ ഖലീഫമാർ. ഖലീഫമാർ എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചക്കാർ. ആ പിന്തുടർച്ചക്കാർ കേവലം ഖുലഫാഉർ റാഷിദീകളായിട്ടുള്ള 4 പേർ മാത്രമല്ല, അതിനുശേഷം ലോകാവസാനം വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എനിക്ക് ശേഷം പിന്നെണ്ടാവുക ഖുലഫാഉന. ഈ ഖുലഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്താണുള്ളത്. റസൂലിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തല്ല, ആ റസൂലിന്റെ പദവിയിൽ എന്ന അർത്ഥത്തിലല്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ചെയ്തു, ഖുലഫാ ദഅവത്ത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആളുകളുടെ ഇടയിൽ ദഅവത്ത് ചെയ്തു, അതുപോലെ തന്നെ വഅദ് പറഞ്ഞു, അതുപോലെ തന്നെ പലതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനേക്കാളൊക്കെ ഉപരിയായി ഖലീഫ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്രതിനിധി എന്ന, പിൻഗാമി പ്രതിനിധി എന്ന് പറഞ്ഞാൽ റസൂലിനെ പ്രതിനിധീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിനിധീകരിക്കണം. അവരുടെ വാക്കുകളിലൂടെ പ്രതിനിധീകരിക്കണം. അവരുടെ